ഹായ് നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല നാടൻ ഉഴുന്നുവടയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉഴുന്നുവട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 4-5 മണിക്കൂർ കുതിരാൻ വെക്കണം. ഞാനിവിടെ 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതൊരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് ഒരു കോഴ്സ് പേസ്റ്റായി അരച്ചെടുക്കണം. മിക്സിയിൽ കുറച്ചായി 1-2 ടീസ്പൂൺ വെള്ളവും ചേർത്ത് വേണം അരച്ചെടുക്കാൻ. വെള്ളം അധികം ആവാതെ ശ്രദ്ധിക്കണം. മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ വട നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഞാനിവിടെ അരച്ച് വെച്ച ഉഴുന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളിയും ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അരിഞ്ഞു വെച്ച പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഒരു നുള്ളു കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയ ശേഷം ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. വെള്ളത്തിൽ മുക്കിയത് കൊണ്ട് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഈസിയായി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നല്ലോണം ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വട 2 സൈഡും നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കപ്പ് ഉഴുന്നിന് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള 10 വട ഉണ്ടാക്കിയിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 6 എണ്ണം വരെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.